ഇവിടെ ഉണ്ടോ എന്നറിയില്ല. മസ്കത്തിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കൈകൂപ്പിലുണ്ട്. ഇങ്ങനെ പലരുമുണ്ട്. നിസ്കാരത്തിന് വലിയ സൂറത്തുകൾ തന്നെ ഓതണമെന്ന് കണിശത പുലർത്തുന്നവരുണ്ട്. ഇന്ന് ഈയുള്ളവൻ ജുമുഅക്ക് കൂടിയ ഇമാമിനെ പോലെയുള്ള പക്ക ശാഫിയാക്കൾ നേതൃത്വം വഹിക്കുന്ന ജുമുഅയിൽ വളരെ ഹ്രസ്വമായ എന്നാൽ പൂർണ്ണമായതുമായ സൂറത്തുകൾ ഓടിക്കൊണ്ട് നിസ്കാരം ഓടിക്കുന്ന ആ രൂപത്തിലുള്ള ആചാരങ്ങൾ. ഇങ്ങനെ ആചാരങ്ങളിലുള്ള വൈവിധ്യങ്ങൾ പല നാടുകളിൽ നിന്ന് കടന്നു വരികയും അതെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ, ദുബായിയെ സംബന്ധിച്ചിടത്തോളം കുടക്കീഴിൽ എല്ലാം കിട്ടുമെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. എന്നാൽ ഒരു കുടക്കീഴിൽ തന്നെ എല്ലാ ആചാരങ്ങളും സംഗമിക്കുന്ന ഒരു ഭൂമികയിലാണ് നമ്മളിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് പുറമെ ഈ പറഞ്ഞ ഒരു നിസ്കാരത്തിലും പങ്കെടുക്കാതെ ഒരു പള്ളിയിലും പോകാതെ പള്ളിയെത്താൻ തീരെ ചിന്തിക്കാതെ മുസ്ലിമായിട്ട് നടക്കുന്ന ആളുകളും നമ്മുടെ മുമ്പായിട്ടുണ്ടാവും. ഈ ലോകത്തിന്റെ അഷ്ടദിക്കിലുമുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ആചാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ സംഗമ ഭൂമികയിൽ നാം ചിന്തിക്കുമ്പോൾ പക്ഷേ ഇവരെയെല്ലാം നാം മുസ്ലിം എന്ന ഐഡന്റിറ്റിയിൽ നാം അവരെ ഒന്നായിട്ട് കാണും. അപ്പൊ എന്തായിരിക്കും ഇവരെ മുസ്ലിം എന്ന ഒരു അടയാളത്തിൽ അവരെ ഏകീകരിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും? ഇവിടെ താഴെ ഒപ്പിലിന് മീതെ കൈകെട്ടുന്ന ആളുകൾ മുസ്ലിങ്ങളാണ്, ഒപ്പിലിന് താഴെ കൈകെട്ടുന്നവരും മുസ്ലിങ്ങളാണ്, കൈ താഴ്ത്തിയിടുന്നവരും മുസ്ലിങ്ങളാണ്. മുസ്ലിമീങ്ങളുടെ മുഖ്യധാര ആചാരങ്ങളിൽ നിന്ന് വേറിട്ടുകൊണ്ട് കൈയിങ്ങനെ ഡൈഞ്ചർ സ്വഭാവത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആളുകളും മുസ്ലിങ്ങൾ തന്നെയാണ്. ഒറ്റ സലാം ചൊല്ലിയിട്ട് പിന്നെ തടി സലാമത്താക്കുന്ന ചില ആൾക്കാർ അസ്സലാമു അലൈക്കും മൈക്കോഫായതല്ല, പക്ഷെ ഉള്ളൂ അവരും മുസ്ലിങ്ങളാണ്. പിന്നെ വാങ്ങുന്ന സമയത്ത് എക്സ്ട്രാ ചില വാചകങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ആളുകളാണ്. ഷുവന്ന വലിയ അരിയൻ വലിയുള്ള അത് തന്നെ കുറച്ച് ഓവറായിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് 3 ഖലീഫമാരെയും ലഅനത്ത് ചൊല്ലുന്ന ചില വാങ്കുലികൾ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പേരെടുത്തുകൊണ്ട് ലഅനത്ത് ചൊല്ലുന്ന ചില വാങ്കുലികൾ ഇറാനിലൊക്കെ അങ്ങനെ കാണാം. ഒരു മുസ്ലിങ്ങളല്ല, ഒരു ഇസ്ലാമിൽ നൗട്ടായി. അപ്പൊ എന്താണ് ഈ വിവിധ ആചാരങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് കാണുമ്പോൾ അപ്പോഴൊക്കെയും അവരെ മുസ്ലിം എന്ന ഇസ്ലാം എന്ന ആ ഒരു അടയാളത്തിൽ അവരെ അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റിയിൽ അവരെ വിന്യസിപ്പിക്കുന്ന സംഗതി എന്താണ്? അവിടെയാണ് ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരേക്കുമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും അനുയായികളെ ഒരേ മതത്തിന്റെ ഇസ്ലാം എന്ന് പറഞ്ഞ ആ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒരേ ചരടിൽ കോർത്തിണക്കുന്ന കാര്യം നിലകൊള്ളുന്നു. അതിന്റെ പേരാണ് അഖീദ. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് 2 പാർട്ടുകളിൽ നിലകൊള്ളുന്നു. ഒന്ന് ഇസ്ലാമിന്റെ ബേസായ അതിന്റെ അഖീദ, വിശ്വാസമാണ്. എന്ന് നമ്മൾ സാധാരണ പറയാം, വിശ്വാസം അതെന്നെ എല്ലാം എന്ന് നമ്മൾ പരസ്യത്തിന് വേണ്ടി പറയാം. പക്ഷെ ഇത് പരസ്യത്തിന് വേണ്ടിയല്ല, ഇത് വസ്തുതയാണ്, അഖീദയാണല്ലേ. ആ അഖീദ കൃത്യമാകുന്നതോടൊപ്പം ആചാരങ്ങൾ നാം വിവിധ മദ്ഹബുകൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കും. ആചാരങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ആദം നബി അലൈഹിസ്സലാമിന്റെ ആചാരമുറയല്ല ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ കാലത്തുണ്ടാവും. അതായിരിക്കില്ല ഈസാ നബി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരിക്കും. അതുമായിരിക്കില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. ആദം നബി ഇസ്ലാമിന്റെ കാലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ വിവാഹം പറ്റിയിരുന്നു. അതുകൊണ്ടല്ലേ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു ചെയ്യുന്നുണ്ടായി. നല്ല
അയാളെ സ്വന്തം പെങ്ങളെയാണ് കിട്ടിയത്. അപ്പോ അതിനയാൾ പറഞ്ഞ കാരണം ആദം നബി അലൈഹിസ്സലാം തന്റെ മക്കളെ ആങ്ങൾക്ക് പെങ്ങളെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അയാൾക്ക് തെളിവുണ്ട്. വേറൊരു ആളുണ്ട്, അയാളുടെ മഹദറയിൽ നിറച്ച് മനുഷ്യന്മാരെ ഫോട്ടോകളാണ്. നമ്മൾ ഇങ്ങനെ ആവേശത്തോടുകൂടി ചെല്ലുന്ന കേന്ദ്രത്തിൽ നിറച്ച് മനുഷ്യന്മാരുടെ ഫോട്ടോ. പക്ഷെ ശേഖന്മാരുടേതായിരിക്കും, അതല്ലെങ്കിൽ മറ്റുള്ളവരുടേതായിരിക്കും. എന്താണ് ഇങ്ങനെ ഫോട്ടോ വെച്ചിരുന്നത്? ഫോട്ടോ എന്നുള്ള സംസ്കാരം അതൊരു വികൃത മനുഷ്യമായിട്ടുള്ള അണങ്ങി ചെയ്യുന്നതല്ലല്ലോ എന്ന് ആരോ സംശയം ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്രേ. അതിന് തെളിവുണ്ട്. എന്താ തെളിവ്? ഖബറിൽ ചെന്നാൽ റസൂലുള്ളാഹിയുടെ ഫോട്ടോ കാണിച്ചു തരുമല്ലോ, അതന്നെയല്ലേ. അപ്പോ മലയാളിക്ക് ഫോട്ടോ കാണിച്ചു തരുന്നത് ഈ ഉള്ളവരോടൊരാള് ആ തെളിവുമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഫോട്ടോ ഏത് ഫോട്ടോ? ഖബറിൽ കാണിച്ചു കൊടുക്കുന്ന ഫോട്ടോ അയാളെ നമുക്ക് അറിയുന്നത്, അല്ലാതെ ഫോട്ടോഗ്രാഫി കൊണ്ട് പിടിച്ചെടുക്കുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, അത് ഖബറിൽ കാണിക്കുന്ന ഫോട്ടോ അല്ല. അവരുടെ ഉള്ളിൽ ഈ മനുഷ്യൻ ആരാണ്, ഈ മനുഷ്യനെ കുറിച്ച് നിനക്ക് പരിചയമുണ്ടോ എന്ന് റസൂലുള്ളാഹിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് മുങ്കർ നബി അലൈഹിസ്സലാം ചോദ്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അതേ ഫോട്ടോ, അപൂർവമായ ഫോട്ടോ, അദൃശ്യമായ ഫോട്ടോ, നമ്മുടെ ദൃഷ്ടിഗോചരങ്ങൾക്ക് വിധേയമല്ലാത്ത ഫോട്ടോ, ആ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾ മഹ്ദറയിൽ സദസ്സിൽ നിങ്ങൾ വെച്ചോളൂ. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യുന്ന ഫോട്ടോയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകനിലേക്കുമുള്ള മുഴുവൻ പ്രവാചകന്മാരെയും ഒരേ ചെലവിൽ കോർക്കുന്നു. അവരുടെ അനുയായികളെ ഒരേ ചെലവിൽ കോർത്തി വെക്കുന്ന, ലോകത്തെ അഷ്ടദിക്കിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഒരേ ചെലവിൽ കോർത്തി വെക്കുന്ന, മനസ്സുകൾ തമ്മിൽ ഏകീകരിപ്പിക്കുന്ന ആ ചെലവിന്റെ പേരാണ് അഖീദ. അഖീദയെ മാനദണ്ഡപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആളുകളെ, മനുഷ്യന്മാരെ മൂന്നായി തരംതിരിക്കാം. 3 തരത്തിലുള്ള ആളുകളെ നമുക്ക് ദുബായിൽ കണ്ടെത്താം. ഉദാഹരണമാണ് ദുബായിൽ 3 തരം ആളുകളെ കണ്ടെത്താം. ഒന്ന്, ഇസ്ലാമിന്റെ ആ അഖീദകളെ കൃത്യമായി വല്യത്തിലേക്ക് വ്യത്യാസമില്ലാതെ ദുർവ്യാഖ്യാനങ്ങൾ നടത്താതെ വിശ്വസിക്കുന്നു. അവരാണ് സുന്നി അല്ലെങ്കിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. എന്താണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ നമ്മൾ നൽകേണ്ടുന്ന മറുപടി, ഇസ്ലാമിന്റെ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും ഒരേ ചരടിൽ കോർത്ത് വെക്കുന്ന ആ ചരടാവുന്ന വിശ്വാസ രംഗത്ത് യാതൊരു കൃത്രിമവും കാണിക്കാതെ നിഷ്കളങ്കമായി ദുർവ്യാഖ്യാനത്തിനിടം കൊടുക്കാതെ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചാണ് സുന്നി. അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി പരത്തി പറയുകയാണെങ്കിൽ കേട്ടോ, അവരെയാണ് നാം പ്രതിനിധാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആധികാരിക മത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പോഷക ഘടകങ്ങളും പ്രതിനിധാനം ചെയ്യും. വിശ്വാസ രംഗത്ത് പിഴവുകൾ വരുത്തുകയും അവർക്ക് ചില ദുർവ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്യുന്നവരാണ് മുക്തരാശി. നമ്മുടെ നാടുകളിലെ മുജാഹിദുകൾ, ജമാഅത്തുകാർ, തബ്ലീഗുകാർ തുടങ്ങിയ ആളുകളെ ഈ ഗണത്തിലാണ് നമ്മൾ ബിദ്അത്തുകാർ, മുബ്തദിഈങ്ങൾ. ബിദ്അത്ത് ഗൗരവമുള്ളതാണ്. അല്ലാഹു റസൂൽ പറഞ്ഞ കുല്ലു ബിദ്അത്തിൻ ളലാല, ഇത്തരത്തിലുള്ള ബിദ്അത്തുകളെല്ലാം പിഴച്ചതാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ പിഴച്ചതും നരകത്തിലാണ്. കാര്യമില്ല. നമ്മൾ സാധാരണ സംശയിക്കും തബ്ലീഗുകാരൻ എന്തുമാത്രം നല്ല നിസ്കാരം, എത്രമാത്രം അർത്ഥത്തിലുള്ള നിസ്കാരത്താണ്. അയാളെ കയ്യിലൊരു തസ്ബീഹ് മാല, മറ്റേ കയ്യിലൊരു കൗണ്ടർ, അയാളെ പെരുമാറ്റം, അയാൾ മൂക്കിന് നാടിൽ തിരിച്ച് ചോര കൊട്ടിയാലും അയാളൊന്നും ഒരു കോപവുമില്ല, കോപം അടക്കി കൊടുക്കുന്നു. പക്ഷേ എവിടെയാണ് അയാൾക്ക് വെച്ചത്? അതിൽ പക്ഷേ അത്തരം ഗുണങ്ങളൊക്കെ നെൽസൺ മണ്ടേലക്കുണ്ടാവും. നെൽസൺ മണ്ടേലെ അയാളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ പത്രക്കാർ ചോദിച്ചല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിരാശയല്ല അദ്ദേഹത്തിന്.
അദ്ദേഹം കൂടുതൽ ആവേശപ്പെടുകയാണ്. എന്റെ ജീവിതം എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം. അത് ഇങ്ങനെയുള്ള ഇത്യാദി ഗുണങ്ങളൊക്കെ മഹാത്മാഗാന്ധിക്കുണ്ടാവും. പക്ഷേ അതുകൊണ്ട് മഹാത്മാവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അയാൾ പക്ക അതിന്റെ വിശ്വാസമായിരുന്നില്ലേ? വിശ്വാസരേഖകൾക്ക് കൽബിൽ, നമ്മുടെ ഹൃദയത്തിൽ വ്യതിയാനം വന്നുപോയ ശരീരത്തിൽ കാണപ്പെടുന്ന ആചാരങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. ഒരു പ്രസക്തി ഞാൻ ഉദാഹരണങ്ങളോടനുബന്ധിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അബ്ദുല്ലാഹ് എന്ന് പറയുന്ന ഒരു സഹാബിയായിരുന്നു. ആ സഹാബി മുടിയനായി എന്ന് വെച്ചാൽ മദ്യപിക്കുന്നയാളായി. അന്ന് മദ്യപാനം ഹറാമാക്കിയിരുന്നു. മദ്യപിച്ചവനെ അടിച്ചു ശിക്ഷിക്കണമെന്നുള്ള നിയമം വന്ന സമയമാണ്. ഓരോ തവണ കുടിച്ചു വരുമ്പോഴും റസൂലുള്ളാഹിയെ തെളിച്ചതിന് പിടികൂടുമ്പോൾ സഹാബത്തിനോട് അയാളെ ഇത്ര തവണ അടിക്കണമെന്ന് ഉത്തരവിടുകയും സഹാബത്ത് അയാൾ അടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരു ദിനം അയാൾ പല്ല് കുടിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു വരുന്ന റസൂലുള്ളാഹി പിടികൂടുകയും സഹാബത്തിനോട് അടിക്കൊടുക്കാൻ വേണ്ടി പറയുകയും സഹാബത്ത് അടിക്കുകയും, അങ്ങനെ അടിക്കുന്ന സന്ദർഭത്തിൽ ഒരു സഹാബി പറയുകയാണ്, അല്ലാഹുവേ ഇവരെ നീ ശരിച്ചു നശിപ്പിക്കണമേ. റസൂൽ പറഞ്ഞു, അയാൾ കുടിക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷേ അവന്റെ കൽബിൽ ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു അല്ലാഹുവിനും റസൂലിനും വല്ലാത്തൊരു സ്നേഹം. അതൊക്കെ നമുക്കുണ്ടാവില്ല. 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്ക് പക്ഷേ ആ ഒരു ആവേശം ഉണ്ടാവില്ല. നമ്മൾ നാട്ടിൽ ഒരു പള്ളി ഒരാൾ മുറിക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ജനനോ പ്രതികരിക്കണോ എന്ന് ആലോചിച്ചു. പക്ഷേ ചില ആളുകൾ അവർ പള്ളി പൊളിക്കും. എന്റെ റസൂലിനെ പറയുകയോ എന്റെ കാലുകളിൽ തറക്കുന്നത് പോലും എനിക്കു പ്രശ്നമല്ല. എന്റെ റസൂലിനെ നോവിക്കുന്നത് എന്റെ മനസ്സിനെ പിടിച്ചുകൊള്ളുമെന്നുള്ള വിശ്വാസത്തിന്റെ ദാർഢ്യത വെച്ച് പുലർത്തുന്ന എത്ര മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ വിശ്വാസം അതീത വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ അർത്ഥം അമല് വേണ്ട എന്നല്ല, അമൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹദീസിൽ ഉണ്ടല്ലോ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുബരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അല്ലാഹു നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുന്നു. വഅഅമാലിക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് നോക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അമൽ, ആചാരം, അനുഷ്ഠാനം, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, സാമൂഹിക പ്രവർത്തനങ്ങൾ, അനേകം പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാത്ത പ്രാധാന്യമുള്ള കാര്യം. പക്ഷേ അവയ്ക്കെല്ലാം മരുന്ന് കൊടുക്കുന്നത്, അവയെല്ലാം സ്വീകാര്യമാക്കുന്നത് അഖീദയിൽ പാലിച്ചു വന്നുപോയ ആളുകളെ സംബന്ധിച്ചാണ് ബിദ്അത്തുക മുബ്തദിഈൻ എന്ന് പറയും. മൂന്നാമത് വിഭാഗം അവരാണ് ഇസ്ലാമിന്റെ അഖീദയിൽ സമ്പൂർണമായി അതിനെ തള്ളിപ്പറഞ്ഞവർ, അതിനെ നിഷേധിച്ചവർ. അവരെ സംബന്ധിച്ചാണ് അവിശ്വാസികൾ. നമ്മുടെ നാട്ടിലൊക്കെയുള്ള കാഫിറുകൾ അതിന്റെ ഉദാഹരണങ്ങളാണ്. അതിലേക്ക് നമ്മൾ നടക്കുന്നില്ല. ആദിയാനികൾ കാഫിറാണെന്ന് സമസ്ത കേരള ജമിയത്തുലമ അകാരണം പ്രഖ്യാപിച്ചു. കാരണം എന്താണ്? ഒരു നിലയ്ക്കും വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പറ്റാത്ത വിധം വളരെ വ്യക്തമായ രൂപത്തിൽ അവർ ഇസ്ലാമിന്റെ അഖീദകളെ കാട്ടി പറഞ്ഞു. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല പറയുകയാണ്, എന്താ പറഞ്ഞത്? മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നബി നിങ്ങളിൽ ഒരാളുടെയും പുരുഷന്മാരുടെ പിതാവല്ല, എങ്കിലും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. വഖാതമൻ നബിയ്യീൻ, നബിമാർക്ക് അന്ത്യരായി വന്നവരുമാണ്. പക്ഷേ ഇവർ പറഞ്ഞു മിർസാവുല മുഹമ്മദുൽ ഖാദിയാനി എന്ന് പറയുന്ന പഞ്ചാബുകാരൻ ഈ ഉമ്മത്തിലേക്ക് ഒരു പ്രവാചകനായി നിയോഗിക്കപ്പെട്ടയാളാണ്. അത് റസൂലുള്ളാഹിന്റെ ഖാതമുൻ നബുവ്വത്തിനെ പച്ചയായി വിശേഷിക്കലായി.
ഇസ്ലാമിൽ നോട്ടായി നിസ്കാരം 5 വഖത്താണ് എന്നുള്ളത്, ഫർദ് നിസ്കാരം 5 വഖത്താണ് എന്നുള്ളത് മുസ്ലിം ലോകം ഐക്യകണ്ഠേന ഇക്കാലമത്രയും അംഗീകരിച്ച് ആചരിച്ചു പോന്ന ആശയമാണ്. എന്നാൽ ആ ആശയത്തെ കാറ്റിൽ പുറത്തിക്കൊണ്ട് ചേകരൂർ മൗലവി നമ്മുടെ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മൗലവി കാഫറാണെന്ന് പണ്ഡിത ലോകം വിലയിരുത്തി വെറുതെ അയാൾ ആക്ഷേപിച്ചതല്ല. കാരണം അത്രമാത്രം വാദിഹായ സാധാരണക്കാർക്ക് പോലും സുവ്യക്തമായ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തെ അയാൾ ചെറുതാക്കി കാണിക്കുകയും നിസ്കാരം 5 മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ഇപ്പോൾ അവരുടെ പുതിയ വാദം അയാൾ വെച്ചുപോയിട്ടുണ്ടെങ്കിലും അയാളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചില ആളുകൾ ഇപ്പൊ പറഞ്ഞു കയറ്റുന്നത് നിസ്കാരം എന്ന് പറഞ്ഞ പരിപാടിയില്ല, പിന്നെന്താണ് സ്വലാത്ത് നമുക്ക് മനസ്സിലാക്കും. എന്നാൽ ഈ പറഞ്ഞ കയ്യും കാലുണ്ടാക്കി ഈ പരിപാടികൾ ഇതില്ല, ഇങ്ങനെ പരിപാടി തന്നെ ഇല്ല. അതൊക്കെ ആളുകൾ ഇസ്ലാമിൽ നടത്തിക്കും. ഈ അടുത്ത് അവരുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അവരുടെ അല്ല, സാക്ഷാത് ഏകലൂർ മൗലവിന്റെ പ്രസംഗം തന്നെ എവിടെയോ നെറ്റിൽ ഒരു സ്ഥലത്ത് അപ്പൊ അതിൽ അയാൾ പറയുന്നത് എന്താ പറയുന്നത്, ഈ അബൂ ഹുറൈറ കമ്പനി എന്നാ പറയുന്നത്. അബൂ ഹുറൈറ കമ്പനി, മുആവിയ കമ്പനി, അതൊക്കെ പഴയകാല കമ്പനികളായിട്ടാണ്. ഇപ്പോഴത്തെ കമ്പനിയല്ല, കാറ്റിയും ബെറുലൊന്നുമല്ല, ഇത്തിസലാത്തും മുത്തസിലാത്തുമല്ല. പിന്നെന്ത് കമ്പനിയാണ്? അബൂ ഹുറൈറ കമ്പനി. അതുപോലെ തന്നെ ഏത് കമ്പനിയാണ്? ബഹുമാനപ്പെട്ട മുആദ് ബിൻ അബീ സുഫിയാൻ. ഈ 2 കമ്പനിയും ദീനുൽ ഇസ്ലാമിനെ കടത്തിക്കൂട്ടിയതാണ്. എന്ന് പറയുമ്പോ ആൾക്കാരുടെ പാടെ ആമീൻ എന്ന് പറയുന്നു. അത് അബൂ ഹുറൈറ കമ്പനി സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഹദീസില്ലേ, ഇമാം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ ആ ലോകത്തുള്ള മലായികത്തുകളൊക്കെയും ആമീൻ എന്ന് ചൊല്ലുകയാണ്. فمن وافق تأمينه تأمين الملائكة غفر له ما تقدم من ذنبه. طه محمد رسول الله. ഇമാം വലദ്ദാല്ലീൻ എന്ന് ഉച്ചരിക്കുമ്പോൾ വാനലോകത്തുള്ള മലക്കുകളെല്ലാം തന്നെ ആമീൻ എന്ന് ചൊല്ലുകയാണ്. ആ സമയം നിങ്ങൾ അതേ ടൈമിൽ തന്നെ ആമീൻ എന്ന് ചൊല്ലുകയാണെങ്കിൽ അവന്റെ ദോഷമഖിലം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണെന്ന് ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അതിനെപ്പറ്റി ഇയാൾ പറയാൻ അബൂ ഹുറൈറ കമ്പനിയില്ല, ഒരു കമ്പനിയുടെ പ്രൊഡക്ഷനാണെന്നാണ് അയാളില്ല പ്രസംഗത്തിൽ പറയാൻ. ഈ രൂപത്തിൽ ഇസ്ലാമിനെ കൊല്ലം കാണുന്ന ആളുകൾ ഇസ്ലാമിന്റെ ഔട്ടാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആൾക്കാരാണ്. അതുപോലെ തന്നെ മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്തിനെ കാഫറാക്കുന്ന ആളുകളുണ്ടല്ലോ, അത്തരക്കാരായ ആളുകൾക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ലാത്തവരാണ്. ഇങ്ങനെ വിശ്വാസ രംഗത്ത് നമുക്ക് ആളുകളെ മൂന്നായി. അതേ സമയത്ത് ആചാരരംഗത്ത് എന്താണ്? ആചാരരംഗത്ത് എഴുതാൻ നല്ലോണം ശ്രദ്ധിക്കണം. എസ്കേഎസിന്റെ പ്രവർത്തകന്മാർ പറയുന്ന വിഷയങ്ങൾ നന്നായി മനസ്സിലാക്കി. ഞാൻ പറയുന്നത് നമ്മൾ ഒരു സങ്കര സംസ്കാരങ്ങളുടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കാം. കാരണം പലപ്പോഴും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ആൾക്കാര് പിന്നെ അത്തയ്യാ തോന്നുമ്പോ കാണാം കുട്ടിയാളെ സാധനത്തിന്റെ മാതിരി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്ന ആളുകൾ ചെയ്യുന്നത് ഇങ്ങനെ ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ആചാരങ്ങളിൽ കൂടി ഒരു ആഗോളവൽക്കരണം. സാധനത്തിലേക്കും സാധനം അതേക്കുറിച്ച് ഇന്ത്യയുടെ സാധനം ഞാൻ പോലും ഇന്ത്യയിൽ കാണാൻ സാധനം ഇവിടെ പിന്നീട് കയറുമ്പോൾ കാണണം മേഡ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്നത്തെ കാലാണല്ലോ എല്ലാം ആഗോള വ്യാപാരത്തിന്റെ കാലം. അതിന്റെ ഭാഗമായിട്ട് ഒരാൾ ചെയ്യുന്നതെല്ലാം ഇത് നമുക്കുണ്ടാവും. എന്റെ സഹോദരങ്ങളെ, ഇത് ഞാൻ പറയാൻ കാരണം ഇസ്ലാമിന്റെ മനസ്സിലാക്കാം. നിങ്ങൾ ജീവിക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ചില ഇന്നലെ ഇവിടുത്തെ ഒരു ഹത്തീബുമായിട്ട് ഇവിടുത്തെ ഒരു പള്ളിയിലുള്ള ഒരു ഇമാമുമായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അദ്ദേഹം ഏത് മദ്ഹബാണെന്ന് നമുക്കറിയില്ല, അദ്ദേഹം ഏത് ആശയക്കാരനാണെന്നും അറിയില്ല.
തുറന്ന് സംസാരിച്ചാൽ ഇന്നത്തെ സാഹചര്യങ്ങൾ ചുറ്റുപാടിൽ എന്താണെന്ന് നമുക്കും അറിയില്ല. അങ്ങനെ അദ്ദേഹവുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഷാഫിഈ മദ്ഹബുകാരനാണ്, അദ്ദേഹം ഷാഫിഈ തരീഖത്തുകാരനാണ് എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് മനസ്സിലാകുന്നു. നമ്മുടെ ഡീറ്റെയിൽസുകൾ അദ്ദേഹം ചോദിച്ചറിയുന്നു. അദ്ദേഹം നമ്മുടെ സർക്കാരിനെ ക്ഷണിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് സത്യമാണ്. മറ്റൊരു സത്യങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ മാലിക്കുന്നു, ഞാൻ മാലിക്കുന്നത്. ഞാൻ ഇവിടെയുള്ള ഒന്ന് സത്യകുമാരോട് ചോദിച്ചു, ഈ UAE-യുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ അതിന്റെ നയം, അതിന്റെ സ്വഭാവം എന്താണ്? അവരൊക്കെ പറഞ്ഞു, സത്യകുമാർ മുഴുവൻ പറഞ്ഞു, ഈ രാഷ്ട്രം മദ്ഹബിന്റെ 100% അംഗീകരിക്കുന്നവരാണ്. ഒന്നുകിൽ ഷാഫി മദ്ഹബുകാരനാവാം, അതല്ലെങ്കിൽ മാലിക് മദ്ഹബുകാരനാവാം, അതല്ലെങ്കിൽ ഹനഫി മദ്ഹബുകാരനാവാം, അല്ലെങ്കിൽ ഹംബലിയാവാം. ഇതെല്ലാം കൂടി കൂട്ടിപ്പയച്ച സകലപരാതി മദ്ഹബാവാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാഫിഈ മദ്ഹബ് പ്രകാരം ഒരു അന്യപുരുഷൻ ഒരു അന്യ സ്ത്രീയെ തൊട്ടാൽ അതാണ് ഷാഫിഈ മദ്ഹബ്. ഹനഫി മദ്ഹബിലോ തൊട്ടാവുന്നു. അതെന്താ അങ്ങനെ വരുന്നത്? ഒരു ദീനിൽ എങ്ങനെയാണ് 2 മദ്ഹബുണ്ടാകുന്നത്, അല്ലെങ്കിൽ 4 മദ്ഹബുണ്ടാകുന്നത്? ദീനല്ലേ? ഞാൻ എന്റെ പ്രസംഗത്തിന്റെ മർമ്മത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഒറ്റ ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിശ്വാസം ഒന്നാണ്. അല്ലാഹു ഏകനാണ്. ഇസ്ലാമിന്റെ വിശ്വാസം അതിന് ആർക്കും മാറ്റില്ല. എനിക്ക് അല്ലാഹു ഏകനും നിങ്ങൾക്ക് അല്ലാഹു രണ്ടും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വിശ്വാസം ഒന്നാണ്. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. എല്ലാവരും വിശ്വസിക്കാൻ അതിന് മാറ്റല്ല. ആ മുഹമ്മദ് നബി സാധാരണക്കാരനല്ല, അസാധാരണമാണ്. എല്ലാവരും വിശ്വസിക്കാൻ മാറ്റമില്ല. അതേ സമയത്ത് ആചാരങ്ങൾ കുറച്ചുകൂടി അടുത്തിരിക്കാനുള്ള മേഖലയിലുള്ള ആളുകൾക്ക് സൗകര്യം ചെയ്തായിരിക്കും. നല്ല നന്നായി അതെന്താ അങ്ങനെ വന്നത്? ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ റൂമിലുള്ള ഒരു വിഘടനവാദികളോട് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചേക്കേറി വന്ന ഒരു മുജാഹിദുകാരൻ നിങ്ങളോട് ചോദിക്കാൻ, എന്താ ശരിയാണെങ്കിലും പറയാം. നിങ്ങളുടെ എസ്കേസല്ലേ? നിങ്ങൾ സമസ്തകളുടെ ദൗത്യപുരമായുടെ ശക്തരായ പ്രവർത്തകരല്ലേ? സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആവേശം കൊള്ളുന്ന ആളുകളല്ലേ? എന്നാ അതന്നെ നിങ്ങൾ അങ്ങനെ തന്നെയാണ്. ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ചോദിച്ചു? നിങ്ങൾ പറയുന്നത് ഷാഫിയാക്കൾ, കേരളത്തിൽ പറയുന്നത് ഷാഫിയാക്കളാണ്. സിറിയയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഷാഫിയാക്കളാണ്. ഈജിപ്തിലുള്ള ആളുകൾ ഷാഫിയാക്കളാണ്. ഈജിപ്തിൽ ന്യൂനപക്ഷമായി മാലിക്കിയാക്കളുണ്ട്. ഈജിപ്ത് അതുപോലെ സിറിയയിൽ ന്യൂനപക്ഷമായ ഹനഫി മദ്ഹബുകാരാണ്. കേരളത്തിന്റെ ഉത്തരേന്ത്യയിൽ മുഴുവൻ ഹനഫി മദ്ഹബുകാരാണ്. അപ്പൊ നിങ്ങൾ ഷാഫിയാക്കൾ പറയുന്നു ആണുപെണ്ണു തൊട്ടാവുന്നു കൂടി പിന്നെ ആദ്യം മുതൽ പൊതുവെടുത്ത് പിന്നെ നമസ്കരിക്കണം. ഹനീഫയുടെ ആളുകൾ പറയുന്നു ആണും പെണ്ണും തൊട്ടാലൊന്നും മുറിയുകയില്ല. ഇതെന്തായി വൈരുദ്ധ്യാത്മകത? കമ്മ്യൂണിസമാണ്. വൈരുദ്ധ്യാത്മകത എന്നാണല്ലോ കമ്മ്യൂണിസത്തിന്റെ പ്രത്യേകത. ഇതെന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ നിങ്ങളെ സുന്നത്തിയമായിട്ടെന്ന് പറയുന്നത്? എന്ത് ഒരാൾ ചോദിച്ചാൽ എന്തായിരിക്കും ഒരു എസ്കേസുകാരൻ എനിക്ക് മറുപടി കൊടുക്കുക? എന്റെ മൊയ്തീനോട് ഉസ്താദിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്നാ പറയുന്നത്. എന്ത് തന്നെ ആര് തന്നെ നിങ്ങളോട് ചോദിച്ചാലും ഒരു തർക്കുത്തരം നമ്മളെ ഒരു തർക്കം ഒന്നും നമുക്ക് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്നാലും നമ്മളെ കേമൂല്യം ഓടിതാഘോഷല്ലോ വിഷയം മാറ്റി അതിനുള്ളൊരു ആദർശപരമായ ഒരു കരുത്തെങ്കിൽ നമ്മൾ ആർജിക്കും. ഞാൻ മുസ്ലിംകാരിന് ഇല്ലാത്ത രസകരമായ നമ്മൾ ഈ പിന്നെ ദുബായിലുള്ള ഏറ്റവും പ്രമുഖനായ മുജാഹിദിന്റെ നേതാവ് ഞങ്ങളെ കാണാൻ വേണ്ടിയുണ്ട്. ഇങ്ങനെ ആളാ പേരെ നമ്മൾ പറയില്ല, അത് മോശം. അങ്ങനെ
അദ്ദേഹം വളരെ ധന്യമായി ഗോപ്യമായി നമ്മളെ കുത്തുന്ന പ്രയോഗങ്ങൾ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഹുസൈൻ തുടർന്നു അദ്ദേഹത്തിന് ഓരോ വാക്കിനെയും രണ്ടാമതായിട്ട് പറയാൻ പറ്റാത്ത ഫലത്തിൽ മറിച്ചൊരു വാക്കാണ് പറയും. എന്നോട് ചോദിച്ചു, ദേശശുദ്ധിയോടുകൂടി എന്നെ ചോദിച്ചത്, അല്ല ഇപ്പൊ പാത്രം കൊണ്ടുവന്നല്ലോ, എന്താ പറയുന്ന അഭിപ്രായങ്ങൾ എന്തെങ്കിലും പ്രഖ്യാപിച്ചോ? അപ്പൊ നമ്മളെ തമ്മിലുള്ള ഒന്ന് തിരികൂട്ടാൻ വേണ്ടി പറയണം, അല്ലാതെ വിഷയത്തിൽ താല്പര്യം ഉണ്ടായിട്ടല്ല, നമ്മളെ തിരികൂട്ടാൻ വേണ്ടി പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, നാട്ടിൽ ചെല്ലട്ടെ, ഇവിടെ ഗൾഫിലല്ലേ, നാട്ടിലെത്തുമ്പോ അഭിപ്രായം പറയാം. പക്ഷെ സക്കരിയ സലായി ചോദിച്ചു. അപ്പോ സക്കരിയ സലായി ഇപ്പൊ കുഞ്ഞുങ്ങൾ വിട്ടിരിക്കുന്നു. സക്കരിയ സലായി കുഞ്ഞുണ്ണിക്കൊക്കെ വിട്ടു. KNMൽ നിന്ന് പുറത്താക്കപ്പെട്ട സക്കരിയ സലായുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ജിന്ദി വിഭാഗം മുജാഹിദുകളിൽ നിന്ന് സക്കരിയ വിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അയാൾക്ക് നാട്ടിലുണ്ടോ അതോ ഗൾഫിലാണോ? അത് നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഗ്രൂപ്പ് അയാൾ കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ദുബായിലുള്ള ഏറ്റവും പ്രമുഖനായ മുജാഹിദിന്റെ നേതാവ് പറഞ്ഞു. അപ്പൊ നമ്മളെ ഒന്ന് പിരികൂട്ടാൻ വേണ്ടി, പിരിയാക്കാൻ വേണ്ടി എന്തെങ്കിലും ചോദ്യം വന്നാൽ അതിന് നമുക്ക് പറഞ്ഞ ശക്തി പോകുന്നില്ല. എല്ലാവർക്കും എല്ലാ കാര്യം അറിഞ്ഞോളന്നില്ല, പഠിക്കാൻ സമയം കിട്ടിക്കോളുന്നില്ല. അപ്പോ മറിച്ചൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അയാളെ പ്രതിരോധിക്കാനുള്ളൊരു കരുത്ത് ഓരോ എസ്കേസിന്റെ പ്രവർത്തനമുണ്ട്. എന്ന് വെച്ചാൽ ചുരുക്കി പറയട്ടെ, ഒരു ആദർശപരമായ ഒരു പ്രതിരോധത്തിന് സജ്ജമാകുന്ന വിധത്തിലുള്ള ഒരു പ്രതിരോധ ശേഷി, ആരോഗ്യപരമായ പ്രതിരോധ ശേഷിക്ക് വേണ്ടി നമ്മൾ മരുന്ന് കുടിക്കാറില്ല, വ്യായാമം ചെയ്യാറില്ല എന്നതുപോലെ ആദർശപരമായ പ്രതിരോധത്തിന് ആവശ്യമായ ഒരു പ്രതിരോധ ശേഷി ഓരോ എസ്കേസ് പ്രവർത്തനം ഉണ്ടായിരിക്കും. ഇനി ഞാൻ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് കിടക്കുന്നത്, ആളുകൾക്കും തൊട്ടാവുന്ന മുറിയുടെ ശാസ്ത്രീയ മുറിയുല എന്ന് ഹനഫി മതവും പറയുന്നു. ഇതിലേതാണ് ശരി? രണ്ടും ശരി. അപ്പൊ രണ്ടും എങ്ങനെയാണ് ശരിയാകുന്നത്? അവിടെയാണ് ഖുർആൻ, ഹദീസ് എന്നീ രണ്ട് പ്രമാണങ്ങൾക്ക് രണ്ട് സ്വഭാവം. പറഞ്ഞത് ഖുർആൻ, ഹദീസ് എന്നീ രണ്ട് പ്രമാണങ്ങൾ, നാം ഓടുന്ന ഖുർആൻ, നാം വായിക്കുന്ന ഹദീസ്, ഈ രണ്ട് പ്രമാണങ്ങൾക്കും രണ്ട് സ്വഭാവം. ഒന്ന്, ഒരു മറുവ്യാഖ്യാനത്തിലേക്കും പഴുതു കൊടുക്കാത്ത വിധം കാര്യങ്ങൾ ഏത് സാധാരണക്കാരന് മനസ്സിലാക്കുന്ന ഭാഷയിൽ വ്യക്തമായി അവതരിപ്പിച്ച ഖുർആനുണ്ടായിട്ടും ശരിയാക്കി. അതിൽ പിന്നെ മദ്ഹബുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണം, ഫർദ് നിസ്കാരങ്ങൾ 5 തർക്കമില്ല, 4 മതത്തിൽ തർക്കമില്ല. എന്തുകൊണ്ട്? അത് ആ രൂപത്തിൽ റസൂല് പഠിപ്പിച്ചു, സ്വഹാബത്തും അങ്ങനെ തന്നെ പഠിപ്പിച്ചു. ഇതിൽ തർക്കമില്ല. അതേ സമയത്ത് പെട്ടെന്ന് ഭർത്താവുന്ന മുറിയിലെ അത് ചില രൂപത്തിൽ, ചില ഉസൂലുകൾ, ചില നിയമങ്ങളിലൂടെ ആയത്തിനെ നമ്മൾ പരിശോധിച്ചാൽ മുറിയും എന്ന് മനസ്സിലാക്കും. വേറെ ചില നിയമത്തിലൂടെ പരിശോധിച്ചാൽ മുറിയൂലാന്ന് മനസ്സിലാക്കും. നമുക്കല്ല ഇത് പരിശോധിക്കാൻ അർഹതയുള്ള മുജ്തഹിദുകളായ ഇമാമുമാർ. അങ്ങനെയാണ് ഖുർആൻ ആ വിഷയത്തിൽ വാചകങ്ങൾ ഉപയോഗിച്ചത്. അങ്ങനെയാണ് ഖുർആൻ, പെണ്ണുങ്ങളെ നിങ്ങൾ തൊട്ടാൽ സ്ത്രീകളെ നല്ലോണം പറയുന്നത് ശ്രദ്ധിക്കും, പറയുന്നത് ഇങ്ങോട്ട് ശ്രദ്ധിക്കും. സ്ത്രീകളെ നിങ്ങൾ തൊട്ടാൽ എന്ന് ശാസ്ത്രീയമാണെന്ന് സ്ത്രീകൾ ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
മൈക്ക് പോയിട്ടുണ്ടല്ലേ? പിയൻകുട്ടി കൊടിഞ്ഞ് മൈക്ക് പോയിട്ടുണ്ട്. മൈക്ക് പോയിട്ടുണ്ടല്ലോ അല്ലേ സുഹൃത്തുക്കളെ? ശബ്ദമൊന്നും കേട്ടില്ല അതോ അല്ലേ? ആ ഓക്കെ. പിയൻകുട്ടി കൊടിഞ്ഞ് സാഹിബ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? പിയൻകുട്ടി കൊടിഞ്ഞ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അഡ്മിന്മാർ ആരെങ്കിലും ഒന്ന് ബൗൺസ് ചെയ്താൽ മതി. ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവില്ല, മൈക്ക് പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒന്നാണ്ട് ബൗൺസ് ചെയ്തിട്ട് ഏതായാലും REC നെറ്റൊക്കെ ഉണ്ടല്ലോ. ഉസ്താദ് വരും, മൈക്കിൽ വരെ. ജലീൽ സാഹിബ് മൗലൂദിന് പോയിട്ടുണ്ടോ? മൗലൂദിലാണോ ജലീൽ സാഹിബ്? മൗലൂദിലാണോ? മൗലൂദ് കഴിഞ്ഞോ? മാഷാ അല്ലാഹ്. എനിക്ക് എത്താൻ സാധിച്ചില്ല അവിടെ. അതെ, ഫുഡ് കഴിഞ്ഞാ? ഓക്കെ. എനിക്ക് എത്താൻ സാധിച്ചില്ല, ഒരു എയർപോർട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയിട്ട് എത്തിയിട്ടുള്ളൂ. ഏതായാലും ഇൻഷാ അല്ലാഹ് പിയൻകുട്ടി കൊടിഞ്ഞി സാഹിബിനൊന്ന് ബൗൺസ് ചെയ്ത് നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ആരെങ്കിലും ഉസ്താദ്മാരാരെങ്കിലും ഒക്കെ മൈക്കിൽ വരെ. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇത് ഇങ്ങനെ കണ്ടത്. അപ്പൊ അങ്ങനെ വന്നാ പിയൻകുട്ടി അൺബൗൺസ്. ഓക്കെ. ഏതായാലും ഫുഡിങ്ങിലാണ് എന്ന് പറയുന്നത് ജലീൽ സാഹിബ്. മാഷാ അല്ലാഹ്. ഏതായാലും അൽഹംദുലില്ലാഹ് കുറെ ആളുകളുണ്ട്. ഇന്ന് കുരുന്നുകൂട്ടത്തിന്റെ ദിവസമാണല്ലോ. അതിന് വേണ്ടി ആളുകൾ ഇസ്തിഖാമന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇസ്തിഖാമ ഐഡിയയിലുള്ള ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കുരുന്നുകൂട്ടത്തിന്റെ ആളുകൾ ആരൊക്കെയാണ്? അവരൊന്ന് റൈസാൻഡ് ചെയ്യണം. വെള്ളിയാഴ്ചയല്ലേ, അപ്പോ കുരുന്നുകൂട്ടത്തിന്റെ സമയമാണ്. ഇല്ല, ലൈവ് കൊടിഞ്ഞിനെ കാണാനല്ലോ. പിയൻകുട്ടി കൊടിഞ്ഞി സാഹിബിനെ കാണാനല്ല. ഒന്നോ ഇല്ലല്ലോ. മാഷാ അല്ലാഹ് നമ്മളെ KMS വന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. KMS മൗലവി ബഹ്റൈനിൽ നിന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ ഉസ്താദ് പറയും. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഏതായാലും ഞാൻ ലൈവ് ഇങ്ങനെ ന്യൂസ് ഇന്ന് മുതൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പൊ ന്യൂസ് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ലൈവ് അതിന്റെ ഇടയിൽ ലൈവും വന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ലൈവ് വരുന്നത് വരെ ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ലൈവിലേക്ക് തന്നെ നീങ്ങാം. അധികാരം ആരുടെ കയ്യിലാണോ ഉള്ളത് അവർ അഫ്വ് ചെയ്താലുണ്ട്. ആരാണ് അഫ്വ് ചെയ്യേണ്ടത്? ഈ മഹറിന്റെ അവകാശിയായ പെണ്ണ് അഫ്വ് ചെയ്താൽ എന്റെ ഭർത്താവ് ഒന്നും കൊടുക്കേണ്ടതില്ല എന്നാണോ അർത്ഥം? അതോ പെണ്ണിന്റെ പിതാവാണോ കെട്ടിച്ചു കൊടുക്കാൻ അധികാരം, ആ പിതാവ് പൊരുത്തപ്പെട്ട് കൊടുത്താൽ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നാണോ? മാലിക് ഇമാം പറയുന്നു പിതാവ് പൊരുത്തപ്പെട്ട് കൊടുത്താൽ അതിനൊന്നും കൊടുക്കേണ്ടതില്ല. നമ്മളെ അത് ഷാഫിഈ എന്ന് പറയുന്നു പെണ്ണ് പറയുകയാണെങ്കിൽ എന്ത് പറയുകയാണെങ്കിൽ ഇന്നൊന്നും കൊടുക്കേണ്ടതില്ല. അപ്പൊ എന്താണ് കാരണം? ഈ ആയത്തിൽ വ്യക്തമായിട്ട് വിഷയം പറയുന്നില്ല. മറിച്ച് രണ്ട് വ്യാഖ്യാനങ്ങൾ വരത്തക്ക വിധത്തിൽ, മുജ്തഹിദീങ്ങൾക്ക് രണ്ട് വ്യാഖ്യാനങ്ങൾ വരത്തക്ക വിധത്തിലുള്ള പദപ്രയോഗങ്ങളാണ് അല്ലാഹു പ്രയോഗിച്ചത്. ഇങ്ങനെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങൾ, വ്യക്തമായ വചനങ്ങളുണ്ട്, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. എന്നാൽ പല വ്യാഖ്യാനങ്ങൾക്കും പഴുതു കൊടുക്കുന്ന വചനങ്ങളുണ്ട്. ആ വചനങ്ങളിൽ അഭിപ്രായം തറാവീഹ് 20 റക്അത്ത് ഉണ്ട്. തറാവീഹ് 20 റക്അത്ത് ഉണ്ട് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവരെ 14ാമത്തെ വർഷം തറാവീഹിന്റെ പുനരേകീകരണത്തിന് വേണ്ടി സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടിക്കൊണ്ട്
ഖലീഫയല്ലാത്ത മറ്റൊരു ഇമാമിനെ അഥവാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ പള്ളിയിൽ ഇമാമായി നിർത്തിക്കൊണ്ട് നിസ്കരിച്ച തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം സ്വഹാബത്തിന്റെ ഇജ്മാഅോടുകൂടി പാസ്സായിരിക്കുന്നു. എന്താണ് പാസ്സായത്? അത് 20 റക്അത്ത് ഉണ്ട്. അത് ഇജ്മാഅോടുകൂടി പാസ്സായിട്ട് എല്ലാ ഇമാമികളും ഒറ്റക്കെട്ടായി വിഷയത്തിൽ വീക്ഷണം ഏകീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അത് ഇസ്ലാമിൽ വളരെ വ്യക്തമായ ഖണ്ഡിതമായ ഒരു പ്രമാണമായി മാറുകയാണ്. എന്റെ സഹോദരങ്ങളെ, അതിൽപ്പെട്ടതാണ് തറാവീഹ് കാര്യം. ഈ ഉമ്മത്തിലൊരു പ്രത്യേകത അല്ലാഹു എന്താ പറയുന്നത്? എന്റെ സഹോദരങ്ങൾ നന്നായി മനസ്സിലാക്കാം. നിങ്ങള് 29-ാം തീയതി ഓൺലൈനിൽ സംവാദമുണ്ട്. അതിൽ പ്രമാണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു. ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ്. ഇനി നിങ്ങൾ 29-ാം തീയതി സംവാദം നിങ്ങൾ ബുദ്ധിയോടുകൂടി ശ്രദ്ധിക്കുമ്പോൾ, ബുദ്ധിയോടുകൂടെ ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഈ സംവാദത്തിൽ ആരാണ് കൂടുതൽ വാചാകസത്ത് നടത്തുന്നത് അവർ ജയിച്ചു. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊക്കെയാണ് വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള വീക്ഷണങ്ങളാണ്. നാം വിലയിരുത്തേണ്ടത് അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പ്രമാണത്തിന്റെയും പിൻബലമാരാണ് അവതരിപ്പിക്കുന്നത് എന്ന് വീക്ഷിച്ചില്ല. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾ വിലയിരുത്തി നോക്കുള്ളൂ. ഇജ്മാഅ്, ഖിയാസ് എന്നീ രണ്ട് പ്രമാണങ്ങളെ സംബന്ധിച്ച് മുജാഹിദ് നിന്ദക തന്നെ ഇജ്മാഅ്, ഖിയാസ്. പക്ഷേ അവരെ കുറിച്ച് പറയില്ല. ഇജ്മാഅ് എന്ന് പറഞ്ഞ നമുക്കൊരു പ്രമാണമുണ്ട്. ഒരു വിഷയം ഖുർആനിലില്ലാതെ വിചാരിക്കുക, ആ വിഷയം ഹദീസിലും പറഞ്ഞിട്ടില്ലാന്ന് വിചാരിക്കുക. പക്ഷേ മുസ്ലിം ലോകം ഒന്നിച്ച് അത് ഒരെറുപ്പുമില്ലാതെ അംഗീകരിച്ചു പോരുന്നുവെങ്കിൽ ഇനി തെളിവ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മൾ കേരളത്തിൽ നടക്കുന്ന പ്രഭാഷണങ്ങളിലും കേൾക്കുന്നത്. ഇക്കാലത്തെയുള്ള ഇസ്ലാമിക സമൂഹം നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന ഒരാചാരം അത് തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം അതൊരു പ്രമാണമാണ്. ഇജ്മാഅ് മുസ്ലിം ലോകത്തിന്റെ ഏകീകരിച്ച നിലപാടെന്ന് പറയുന്നത് ഇസ്ലാമിൽ ശക്തമായൊരു പ്രമാണമാണ്. ഏതുപോലെ ഒരു ഉദാഹരണം പറയാം. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു പോയാൽ നമ്മൾ അയാളെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം അയാൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുന്നു, അയാൾക്ക് വേണ്ടി അന്നദാനം നടത്തുന്നു, അയാൾക്ക് വേണ്ടി ഖുർആൻ പാരായണം നടത്തുന്നു, അയാൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. അയാളെ എങ്ങനെയെങ്കിലും സ്വർഗ്ഗത്തിലേക്ക് എത്തുവാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നില്ലേ? അതിന്റെ തെളിവെന്താണ് എന്നൊരാളോട് ചോദിച്ചാൽ അവരോട് പറയണം, എടോ നീ നിന്റെ ഇജ്മാഅ് തെളിവാണെന്ന് നിനക്കറിയില്ലേ? അറിയില്ലെങ്കിൽ പഠിച്ചോ, ഇജ്മാഅ് തെളിവാണ്. ആനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ-ഹാദിൽ ഫതാവിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. കാനൂ യസ്തഖിഫൂന ലിൽആമ അൻഹും ഫീ തിൽക്കൽ അയ്യാം. മരണാനന്തര ദിവസങ്ങളിൽ മരിച്ചവരെ തൊട്ട് ഭക്ഷണം ദാനം ചെയ്തുകൊണ്ട് അവരുടെ പരലോക ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുക സ്വഹാബത്തിന്റെ നടപടിയായിരുന്നു. ആ നടപടി പറഞ്ഞായിട്ട് തലമുറയായിട്ട് ഈ 9-ാം നൂറ്റാണ്ട് വരെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും നടന്നുപോരുന്ന ആചാരമാണ് എന്ന് 9-ാം നൂറ്റാണ്ടുകാരനായ ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നു. 15-ാം നൂറ്റാണ്ടാണ്. അപ്പൊ
നമ്മുടെ എസ്കേഎസിന്റെ പെരിന്തൽമണ്ണ മേഖലയിലുള്ള സജീവ പ്രവർത്തകരാണ് നമ്മുടെ MBA എഞ്ചിനീയറിംഗ് കോളേജിലുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് ഇജ്മാ ഒരു പ്രമാണമാണ്. ഇക്കാലം അത്രയുമുള്ള ആചാരം ഒരു പ്രമാണമാണ്. അനുഷ്ഠാനം ഒരു പ്രമാണം. നിരാക്ഷേപമായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രമാണമാണ്. നമ്മുടെ മൗലികാഘോഷമാവട്ടെ, മരണാനന്തര കർമ്മങ്ങളാവട്ടെ, മറ്റു അനുഷ്ഠാന കർമ്മങ്ങളാവട്ടെ, നിരാക്ഷേപം അംഗീകരിക്കപ്പെട്ടു പോരുന്ന അതൊരു പ്രമാണം. ഈയിടെ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ UAE-യിലുള്ള ഔഖാഫിലുള്ള പണ്ഡിതന്മാരോട് ചോദ്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ നബിദിനാഘോഷം സമുചിതമായി നടത്തപ്പെടുന്നു. അതിന്റെ ഇസ്ലാമികമായ വിധി എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഇവിടുത്തെ പണ്ഡിതന്മാർ, UAE-യിലുള്ള അംഗീകരിക്കപ്പെട്ട ഔദ്യോഗികമായ ഗവൺമെന്റ് അംഗീകരിച്ച പണ്ഡിതന്മാർ ഒത്തൊരുമിച്ച് നൽകിയ മറുപടി അത് സുന്നത്താണ്, അത് നല്ല ആചാരമാണ്. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷതകളെ ലോകത്തോട് വിളംബരപ്പെടുത്താൻ പറ്റുന്ന ഇത്രയും നല്ല അസുലഭമായ മുഹൂർത്തത്തെ പാഴാക്കി കളയാൻ പാടില്ല എന്ന അർത്ഥത്തിൽ അവർ വളരെ വ്യക്തമായ മറുപടിയാണ്. ഇത് ലോകത്തിന്റെ നിലപാട്. നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലായിരുന്നു. മുജാഹിദുകൾക്കിടയിൽ തർക്കമില്ലായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറയാമെങ്കിൽ ഒറിജിനൽ മുജാഹിദുകളും മുസ്ലിങ്ങളും ഈ വിഷയത്തിൽ അവർ ഏക അഭിപ്രായക്കാരാണ്. നബിദിനാഘോഷം ആഘോഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ആധുനികവൽക്കരിക്കണോ വൽക്കരിക്കണ്ടേ തുടങ്ങിയ വിഷയത്തിൽ അതിന്റെ പ്രായോഗികമായ രീതിയിൽ മാത്രമാണ് ഒറിജിനൽ മുജാഹിദുകളും മുസ്ലിങ്ങളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതേസമയം ഇപ്പൊ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദുകൾ അവരാണ് നബിദിനാഘോഷത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കിയത്. അവരാണ് നബിദിനാഘോഷം ശിർക്കാണ്, വിദഗ്ധമാണ് എന്ന മുദ്ര. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ മദ്ഹബുകൾ എന്ന് പറയുന്നത്, 4 മദ്ഹബുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകം അംഗീകരിച്ച ആശയമാണ്. നാലാമൊരു മദ്ഹബ് അനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് മുസ്ലിം ലോകം ഇക്കാലത്തെയും അംഗീകരിച്ചു ആശയം. പക്ഷേ ചെയ്യാൻ മലയാളി സുഹൃത്തുക്കൾ ഈ കാര്യം മനസ്സിലാക്കാതെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു നിസ്കാരം മോഡൽ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോഴാണ് അല്ലേ? എന്താ അവർക്ക് അവന്റെ മദ്രസയിൽ ഉസ്താദ്മാർ പഠിപ്പിച്ച ആ നിസ്കാരം അതിലാണ്. എന്നിട്ട് ഇപ്പോഴുള്ള ഇയാൾ ചെയ്തതാണ് ശരി. ഇവിടെ കാണുന്ന തരീക്കത്തേരൊക്കെ വലിയ ആലിമീകളെന്നാണ് അവന്റെ വിചാരം. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആലിമീകൾ ഉണ്ടാകും ഒമാനിലാണ്. കാരണം അവിടുത്തെ എല്ലാ വെച്ചോണ്ട് വരെ തരീം സിനിമാ
അപ്പൊ അത് അവിടുത്തെ വസ്ത്ര രീതിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളായ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും സാക്ഷാൽ വിജ്ഞാനത്തെയും ഹിക്മത്തിനെയും കൈമാറ്റം ചെയ്ത പാരമ്പര്യം നാമിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം പ്രവർത്തകന്മാരുണ്ട്. പ്രവർത്തകന്മാർ ഇന്ന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ദോഷം ചെയ്യുന്നുണ്ട് അയാൾ ഇപ്പോൾ നമുക്കിങ്ങനെ കാണാം, നമുക്കിങ്ങനെ മനസ്സിൽ സമാധാനം. അയാൾ നമ്മുടെ മനസ്സിലായില്ലേ? കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി കരിപ്പൂരിൽ നിന്ന് വിമാനത്തിൽ ഇങ്ങനെ പോരുമ്പോ ഒരു നല്ലൊരു ആചാര്യം, നല്ലൊരു മനുഷ്യൻ മാണികൾ സ്ഥാനം പരിപാടിക്കായിട്ട് കാസർഗോഡ് വരുന്നുണ്ട്. അദ്ദേഹം എന്നോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മുന്നിലെ സീറ്റായിക്കോട്ടെ വിമാനത്തിൽ അപ്പുറത്ത് അയാളുണ്ട് ഒരു 15 വയസ്സിന് താഴെ പൊന്തി. അങ്ങനെ വിമാനം പൊന്തിയത് മുതൽക്ക് ആ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ആ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോട് വെളിപ്പെടുത്താൻ പാടില്ല. അതൊക്കെ നമുക്ക് സമാധാനിക്കാം. അയാൾ പറഞ്ഞു, അതൊക്കെ അയാൾ പറഞ്ഞതിലേക്കുണ്ട്. പക്ഷേ തങ്ങളെ കച്ചവടവൽക്കരിക്കാൻ ശ്രമം നടത്തിയത് അതിഭീകരമാണ്. യഥാർത്ഥത്തിൽ SKSF-കാരായ സാധാരണക്കാരായ പ്രവർത്തകർ പണ്ഡിതന്മാരെയാണ് ഉദ്ദേശിച്ചത്. സാധാരണക്കാരായ പ്രവർത്തകന്മാർ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ വലിയൊരു മാറ്റം, അതല്ലെങ്കിൽ വലിയൊരു ഇസ്ലാമികമായ മൂല്യശോഷണം ഇവിടെ വരുമായിരുന്നു. പക്ഷേ നമ്മുടെ ശക്തമായ ആ മുന്നേറ്റത്തിൽ എല്ലാവരും അവരൊക്കെയിലായിപ്പോയി. പച്ചക്കള്ളം പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൊണ്ടുപോയി. ഒരു മുഖാമുഖത്തിൽ ഒരു പ്രവർത്തകൻ SSF-ന്റെ പ്രവർത്തകൻ ചോദിച്ചു, തബറുക്കിന് സദഖ വേണം എന്ന് എവിടെയാണ്, ഏത് കിതാബിലാണെന്ന്. അയാളോട് ഞാൻ പറഞ്ഞ്, ഇപ്പൊ ബർക്കത്തുണ്ട്, നിങ്ങൾ ആ പുതിയ ഇങ്ങനെ ഊതി പറഞ്ഞു, എന്നാലും ഞങ്ങൾ നടത്തിയിരിക്കുന്നു. ഞാൻ കൊടുത്ത മറുപടി അറിയാം, നിങ്ങളത് ബർക്കത്തൊന്നും എടുത്തില്ല, നിങ്ങൾക്കറിയാലോ അതിന് ബർക്കത്തൊന്നും ഇല്ലാമെന്ന്. പക്ഷെ അത് നിങ്ങൾ റസൂലുള്ളാഹിയുടെ കൂടിയാണ് പാട്ടെ കൈക്കോട്ട് എന്നവർക്ക് നിങ്ങൾ ഊതി പറഞ്ഞു. എന്നാലും ഞങ്ങളതിന് സകല ചോദിക്കുക തന്നെ ചെയ്യും. മാനദണ്ഡമില്ലാതെ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് പറ്റില്ല. ഏത് വിഷയത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം. അതേസമയത്ത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ, അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ആരൊക്കെയാണ് സ്റ്റേജിലിട്ടായിരുന്നുള്ള വിഷയം, അത് ഇങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു പറഞ്ഞു. കാരണം അതൊരു ചരിത്രമാണ്. ഇത് ചരിത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരമായിട്ടോ അല്ലെങ്കിൽ നബി തങ്ങളെ കൊണ്ടുവന്ന ഈ ഇസ്ലാമുമായിട്ടോ ബന്ധമുള്ള നബിയിലേക്ക് ചേർക്കപ്പെടുന്ന എന്തു കാര്യത്തിലും ദീനുൽ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ കണ്ടെത്തുവാനുള്ള പഴുത് അതിൽ അടങ്ങിയത് കൊണ്ട് ഒരു മുജ്തഹിദായ ഇമാമിന്റെ മുമ്പിലാണ് ഇത്തരത്തിലുള്ള അസലുകളും തിരുശേഷിപ്പുകളും കയ്യിൽ കിട്ടുന്നതെങ്കിൽ അത് നോക്കിയിട്ട് മതവിധികൾ കണ്ടെത്തുകയും അത് രേഖപ്പെടുത്തുകയും മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാനുള്ള ഒരു പഴുത് അതിൽ അടങ്ങിയതുകൊണ്ട്, അത് മബിലത്തീനായതുകൊണ്ട്, ദീനിന്റെ സ്രോതസ്സായതുകൊണ്ട് അതിന് വ്യക്തമായ മാനദണ്ഡം വേണം. ഇല്ലെങ്കിൽ അത് തള്ളിക്കളയണം. ഇമാം നബവി തങ്ങൾ പറയുന്നു, വലാ യജൂസു അൻ യുക്ദബ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവാഉൻ കാന ഫിൽ അഹ്കാം ഔ ഫീ ഗൈരിഹാ കത്തർഹീബ് വത്തർഹീബ് വൽ മവാഇദ് വഗൈരി ദാലിക.
നബിയിലേക്ക് ചേർക്കപ്പെടുന്നത് എന്താണ്, അത് വിധിവിലക്കുകളാവട്ടെ അല്ലാത്തതാവട്ടെ, ഉപദേശങ്ങളാവട്ടെ, എന്തുമാവട്ടെ, എന്തിനും മാനദണ്ഡമില്ലാതെ പറയൽ ഹറാമാണ്. സ്വന്തം ഉമ്മായ ഒരാൾ വ്യഭിചരിച്ചു എന്ന് വിചാരിക്കാം. നമ്മളൊക്കെ വീക്ഷണപ്രകാരം ഏറ്റവും വലിയ തെറ്റ് എന്താണ്? ഒരാൾ നമ്മൾക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് മുങ്ങുന്നതൊന്നല്ല, അതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷേ സ്വന്തം ഒന്നുമറ്റ ഉമ്മയെ നടുറോട്ടിലിട്ടുകൊണ്ട് ഒരാൾ വ്യഭിചരിച്ചാൽ എങ്ങനെയുണ്ടാവും? ഉമ്മാനെ ബലാത്സംഗം ചെയ്താൽ എങ്ങനെയുണ്ടാവും? അതായതല്ലോ നമ്മളൊക്കെ മനസ്സിലെ ഏറ്റവും വലിയ തെറ്റ്. അതിലും വലിയ തെറ്റാണ്, അതിലും വലിയ തെറ്റാണ്. ഒന്നാമത്തെ അതൊക്കെ പുറത്തുള്ളൂ ഒരു പക്ഷേ ഇത് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഉമ്മത്തിനെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഉമ്മത്തിന്റെ ഇസ്ലാമിന്റെ ബോധത്തെ അല്ലാഹു ശക്തിപ്പെടുത്തുമാറാവട്ടെ. ഞാനൊരു ഉദാഹരണം, ഒരു ചരിത്രം പറയാം. നബിയുടെ കാലത്ത് ഒരാള് ഒരു ഗോത്രം ഒരു നാട്ടിലേക്ക് എന്നിട്ട് പറയാണ്, ഞാൻ പഠിച്ചെന്നാണ് നിങ്ങളെ നാട്ടിലുള്ള ഇന്നാലില്ല ആ പെണ്ണിട്ടല്ല, അവളെ ഇന്ന് രാത്രി എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി തരാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞു. അതിങ്ങനെ റസൂൽ പറയുന്നു. വിചാരം നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിച്ച റസൂൽ എങ്ങനെയും പറയുമോ? ആ നാട്ടുകാർക്ക് സംശയമായി. ഇദ്ദേഹം ഒന്ന് പറഞ്ഞതായിട്ടുണ്ട്, ഇത് റസൂലിനെ പറഞ്ഞതാണോ? അത് അന്വേഷിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ടായി. അങ്ങനെ ആ നാട്ടിലുള്ള പൗരപ്രമുഖൻ പറയുകയാണ്, നാട്ടുകാരെ നിങ്ങൾ ഇപ്പോൾ മിണ്ടാതിരിക്കുക, ഇദ്ദേഹത്തെ നല്ല ബഹുമാനം കൊടുത്തത് ഇവിടുത്തെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഇവിടെ നിർത്തുക, ഞാൻ മദീനയിലേക്ക് പോയി വരാം, റസൂലിനോടൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. മദീനയിലേക്ക് ചെന്നുകൊണ്ട് റസൂലിനോട് വിഷയങ്ങളൊക്കെ പറയുകയാണ്. റസൂൽ പറയുകയാണ്, വല്ലവരും എന്റെ മേൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള ഇരിപ്പിടം ഇപ്പോൾ തന്നെ അവർ ഒരുക്കി വെച്ചു കൊള്ളട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹ്. അത് മാത്രമല്ല, നിങ്ങൾ നേരെ നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് അവൻ ജീവനോടെ ഉണ്ടെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവനെ നിങ്ങൾ കത്തിച്ചു വെള്ളീറാക്കണം. അന്ന് കത്തിച്ചുകൊണ്ടുള്ള ശിക്ഷ ഹറാമാക്കപ്പെടുന്നതിന് മുമ്പുള്ള കൽപ്പനയായി. ആ മനുഷ്യൻ നേരെ ആ നാട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അയാളെ ജനങ്ങൾ മറമാടിയിട്ടുണ്ടായിരുന്നു. വേഗം കവർ മാറ്റിയിട്ട് ആ മനുഷ്യരെ മരത്തിൽ കെട്ടിപ്പൊക്കിയിട്ട് അടിയിൽ നിന്ന് തീ കൊളുത്തിക്കാണ്ട് അയാളെ വെണ്ണീറാക്കി എന്നാണ് ബൈഹഖി തന്റെ കിതാബിലും ഇമാം ഖബറാനി തന്റെ മുഅ്ജമിലും ഒക്കെ ഈ സംഭവം. അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ്. അങ്ങനെ സ്വന്തമാക്കുന്ന പേരിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു കളവിനെ ഒരാൾ ഉണ്ടാക്കിയാൽ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരുപാട് കളവുകൾ പറഞ്ഞിട്ടുണ്ടാകും. ഉമ്മാനോട് കളവ് പറഞ്ഞിട്ടുണ്ടാകും, വാപ്പയോട് കളവ് പറഞ്ഞിട്ടുണ്ടാകും, ഭാര്യയോട് കളവ് പറഞ്ഞിട്ടുണ്ടാകും, ശിഷ്യന്മാരോട് കളവ് പറഞ്ഞിട്ടുണ്ടാകും, ഉസ്താദ്മാരോട് പറഞ്ഞിട്ടുണ്ടാകും, പാർട്ടന്മാരോടൊക്കെ ഒരുപാട് കളവുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവട്ടെ. ഒരു കളവുകൾ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിയുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താണ് പറയാൻ പേടി? പറഞ്ഞിട്ടില്ല. ധൈര്യപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ജീവിതത്തിൽ ആരെങ്കിലും റസൂലുള്ളാഹിയുടെ പേരിൽ ഒരു കളവ് പറഞ്ഞു പോയാൽ ഇനി അയാൾ എത്ര തൗബ ചെയ്താലും എത്ര റസൂലുള്ളാഹിയുടെ സലാത്ത് ചൊല്ലിയാലും ഇനി നബിയുടെ പേരിലാണെന്ന് പറഞ്ഞ അയാൾ എന്തു കൊണ്ടുവന്നാലും തള്ളിക്കളയണമെന്നാണ് ഇസ്ലാമിന്റെ നിലപാട്. ബോധ്യ മുജാഹിദീങ്ങളും ഉസ്താദുമാരും അവർ പറയട്ടെ അങ്ങനെയല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ ഉസ്താദ് അങ്ങനെ കിതാബിൽ പറഞ്ഞില്ല, അവർ പറയട്ടെ ഉണ്ട്. ഇസ്കാത്തിന്റെ മുഖത്തിമയിൽ പോലും പറയുകയാണ്, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കളവിനെ വെച്ച് കെട്ടിയാണ്. ഇത് റസൂലിന്റെ പേരിൽ എന്ത് വേണമെന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പാടില്ല. മനസ്സിലാക്കിയത്? അതുകൊണ്ട് തന്നെ അത്തരക്കാരുടെ സീഡി വാങ്ങാൻ പാടില്ല, അത്തരക്കാരുടെ വഴക്കുകൾ കേൾക്കാൻ പാടില്ല, അത്തരക്കാരുടെ വഴക്കിന്റെ സീഡികളൊക്കെ കേട്ടിട്ട് നന്നാവണമെന്ന് ആരും തന്നെ വിചാരിക്കേണ്ട. റസൂലിന്റെ പേരിൽ കളവ് പറയാത്ത,
അത് കളയുന്നത് വൻദോഷമാണെന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന ഉലമാക്കളുടെ വഴക്കുകളും അവരുടെ പ്രഭാഷണങ്ങളും അതിന്റെ ശീലികൾ മാത്രം കരസ്ഥമാക്കിക്കൊണ്ട് തീപടിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എത്ര കാലം സൂറുവായി ഞാൻ നിങ്ങളോട് ഹദീസ് ഓതുകയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, അന്നമല്ലാമാരുടെ നിയ്യാത്ത് പറഞ്ഞതിലേക്ക് അന്നമല്ലാണ്. അത് സ്വാഭാവികമായിട്ട് സാധാരണക്കാരായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് മൈക്ക് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആൾക്കാർക്ക് അസ്സലാമു അലൈക്കും. അങ്ങനെയാണ് എന്റെ മൂത്ത പഠിച്ചിട്ട് ഒരു നിൽക്കുന്ന ആൾ അയച്ചോളൂ. കാരണം ഇത് മറ്റൊരു വിഷയത്തിലുള്ള തട്ടിപ്പായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, എത്രയും കൊടുക്കാം. നിങ്ങളുടെ ക്ഷമയുടെ അങ്ങേ അറ്റം വരെ നിങ്ങൾക്ക് പോകാം. അപ്പൊ നമുക്ക് ഇതായിട്ട് നമുക്ക് പുറത്തു കൊടുക്കാം. അദ്ദേഹം ഉയരല്ലേ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇദ്ദേഹം എന്നെ ചോദ്യം ചെയ്തപ്പോൾ ഞാനത് തിരുത്തുന്നതിന് പകരം ഞാൻ വീണ്ടും അതിൽ ഉറച്ചു നിൽക്കുകയും എന്നാൽ എനിക്ക് തെളിവ് പറയാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾ എന്നെ യമപുരിയിലേക്ക് അയക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി വളരെ ശാന്തമായ സ്ഥലത്തിൽ ഒളിക്കോൾ ഇസ്ലാമിക് സെന്ററിൽ നിന്ന് അവിടുത്തെ ലാൻഡ്ഫോണിലൂടെ ഫോൺ ചെയ്യുകയാണ്. നമസ്കാരമാണ്. അല്ല, നിങ്ങൾ കൊണ്ടുവന്ന മുടിയുടെ സ്ഥാനത്ത് എവിടെയാണ്? ഒരു സ്ഥാനത്തുണ്ട്. അതിനകത്ത് അയാൾക്ക് മറുപടിയില്ല. മറുപടിയില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിയിലേക്ക് എത്തുന്നത് പറഞ്ഞുകൊണ്ട് വ്യാജമായ കള്ളസനവുകൾ നിർമ്മിക്കുകയും പൊതുജനത്തെ കബളിപ്പിക്കുകയും ചെയ്യുന്നയാൾ. നമ്മൾ വ്യക്തിവിരോധത്തിന് വേണ്ടി പറയല്ല, റസൂലിനോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് പറയും. അയാൾക്ക് പിന്നാലെ കൊടുത്താണ്. ആ പിന്നാലെ ഇസ്രായേലിന്റെ ചിഹ്നത്തിൽ നാം പറയുന്നത് ആറ് പിന്നെ കോളുകൾ എന്നിട്ട് നമ്മൾ കണ്ടാണ് എങ്ങനല്ലേ പരിശോധിച്ചില്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും സിയോണിസത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നതിൽ നമ്മളൊക്കെ ജാഗരൂകരാവണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ എന്റെ പ്രവർത്തകന്മാരോട് ഉണർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു തന്നതിലും നിങ്ങളോട് സംസാരിക്കുവാനുള്ള അവസരം തന്നതിലും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കും. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കും. നമ്മൾ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ആയിരുന്നു നമ്മുടെയൊക്കെ അവലംബം, ആശാക്കൾ. നാട്ടിക ഉസ്താദ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ പറഞ്ഞു. നാട്ടിക ഉസ്താദിന് ശേഷം ഇനി ആര് എന്നിങ്ങനെ ചിന്തിക്കുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി ഉസ്താദ് ആ വിടവിൽ നിന്ന് നിൽക്കുന്നു. ഉസ്താദ് അവர்கள் അതോടൊപ്പം തന്നെ കഴിവുള്ള ചെറുപ്പക്കാരോട് സമ്പർക്കം പുലർത്തുകയും ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ ഈ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം വളരെ അബ്ദുൽ ഹമീദ് ഫൈദി, അതുപോലെ തന്നെ ഓണംപള്ളി ഉസ്താദാണ്, സത്താർ പന്തല്ലൂർ, ഇങ്ങനെയുള്ള പ്രവർത്തകർ അവരുടെ താല്പര്യപ്രകാരം കഴിഞ്ഞ കേസത്തിന്റെ കാലഘട്ടത്തിന്റെ പിരീഡിൽ ആദർശ രംഗത്ത് പറഞ്ഞാൽ ആദർശ രംഗത്ത് നാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദർശ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൽ വളരെ കുറഞ്ഞു വരികയാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി
ആയത്തും ഹദീസും പറയാൻ വയ്യാതല്ല. നമ്മളെ മുമ്പിൽ ഏത് സക്കരിയ സലാം വന്നാലും നമുക്ക് ഉത്തരം പഠിക്കാൻ കഴിയും. നമ്മൾക്ക് ചെറിയൊരു ടെക്നിക്ക് മാത്രം ഉണ്ടായിരുന്നു, ചെറിയൊരു ടെക്നിക്ക്. ഏതുപോലെ ഈ ദുബായിലുള്ള ചില ബിൽഡിങ്ങുകളുടെ വാതിലുകൾ അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ കഴിയില്ല, അങ്ങനത്തെ വാതിലുകൾ. അപ്പൊ അതിനെന്താ വെച്ചാൽ അതിന്റെ ടെക്നിക്ക് അറിയില്ല, ചെറിയ ടെക്നിക്ക് അറിയുന്ന ചില ആൾക്കാരുണ്ട്. വരുമാനങ്ങൾക്കായി അതാണ് പറയുന്നത്. ആ ടെക്നിക്ക് അറിയുന്ന ആൾക്കാരെ ഒന്നും കുറച്ചാൽ മതി. അപ്പൊ ചെറിയൊരു ടെക്നിക്ക് കൊണ്ട് സക്കരിയ സലാമിന്റെ വിലയിൽ നമുക്ക് കിട്ടാൻ, അതിന് വലിയ പഠിതങ്ങളല്ല, കിതാബുകളല്ല, ഒരു ചെറിയ വളവുണ്ടായില്ല. അതിനാവശ്യമായ ആദർശപരമായ ഒരു ഉത്തേജനം നമ്മുടെ പ്രവർത്തകർക്കിടയിൽ, നമ്മുടെ സമുദായത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഈ ഒരു മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് SKSF സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ച ഒരു ആദർശ വിങ്ങാണ് ഇസ്തിഖാമ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി സമസ്തകളുടെ ജംഇയ്യത്തുൽ ചരിത്രത്തിൽ 30 വർഷത്തിന് ശേഷം 1983 സമസ്ത ജംഇയ്യത്തുൽ നേതൃത്വത്തിൽ ഒരു സംവാദം നടന്നത്. മുജാഹിദ് ഒരുപാട് സംവാദങ്ങളുണ്ടായിരുന്നു. 83 പിന്നെ നിർത്തലായി, ഇത് നിന്നുപോയി. 2013 മംഗലാപുരത്ത് വെച്ചുകൊണ്ടൊരു സംവാദം ഈ ഇസ്തിഖാമയുടെ ആഭിമുഖ്യത്തിൽ മുജാഹിദുകളുമായിട്ട് നടത്തുകയും അതിനുശേഷം പല വേദികളിൽ പിന്നീട് ഇസ്തിഖാമയുമായിട്ടൊരു സംവാദത്തിൽ മുന്നിട്ടിറങ്ങുന്നത് മുജാഹിദുകൾ ഒളിച്ചോടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ സംസ്ഥാന SKSF വളർന്നിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഉദാഹരണം പറയുകയാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ 99% സൃഷ്ടികൾ പാർക്കുന്ന ഒരു മഹലിൽ ദുബായിൽ നിന്നോ സൗദിയിൽ നിന്നോ ഒരു മുജാഹിദ് തിരിച്ചു വരികയാണ്. 6 മാസത്തെ ലീവിൽ അയാൾക്ക് കുറച്ച് പണം കീശയിലുണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് അവിടെ 4 പരിപാടികളുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി പരിപാടി, സക്കരിയ സലാമിന്റെ പരിപാടി, അയ്യപ്പായുടെ പരിപാടി. അപ്പൊ നമ്മൾ ഈ 1% വേണ്ടി 99% ആൾക്കാർ പ്രതിരോധിക്കും. പക്ഷെ ഇസ്തിഖാമ പുതിയൊരു തന്ത്രം ആവശ്യം. അതെന്തോ പറയല്ലേ, ഞങ്ങൾ മുൻകിയൊരു തന്ത്രം ആവശ്യം. ഈ മുജാഹിദിന്റെ തന്ത്രം നമുക്കൊന്ന് പയറ്റി നോക്കുക. ഞങ്ങൾ പാലക്കാട് ജില്ലയുടെ തെക്കുകിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന എടത്തനാട്ടുകരയിലുള്ള ഒരു പഞ്ചായത്തിലുള്ള മിക്ക മകനും സംഘടനകൾ ഞങ്ങൾ അവിടെ പോയിട്ടൊരു മുഖാമുഖം വെച്ചു. അടിയൊഴുക്കുണ്ടായി, മുജാഹിദുകൾക്കിടയിൽ വിള്ളലുണ്ടായി. ഹലോ, അസ്സലാമു അലൈക്കും. PM കുട്ടി കേൾക്കുന്നുണ്ടോ? ഹലോ, DC ആയി പോയിട്ട് മൈക്ക് പോയിട്ടുണ്ട്. ഹലോ, PM കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്കയിൽ വരിക. മൈക്ക് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ നല്ലതായ സുന്ദരമായ ലൈവാണ് നമ്മൾക്ക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നമ്മുടെ PM കുട്ടി വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കേൾക്കുന്നില്ല PM കുട്ടി? ഓക്കെ. ഹലോ.